താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമറയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പ്രിയരെ, എത്രയോ തവണ നമ്മൾ ഈ വരികൾ കേട്ടിട്ടുണ്ട്, നമ്മളിത് ആലപിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ദിവസത്തേക്ക് മാത്രമല്ല ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജീവിതാന്ത്യത്തോളം നമ്മളിത് അനുസരിച്ച് പോവേണ്ടവരാണ്. യേശു ഭൂമിയിൽ വന്ന് കാണിച്ച സകല കാര്യങ്ങളും നമ്മൾ അതുപോലെ ആയിത്തീരുവാൻ വേണ്ടിയാണ് പ്രിയരെ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതനായ ദൈവം, മഹോന്നതനായ ദൈവപുത്രൻ ആ ദൈവത്വം മാറ്റിവെച്ച് താഴ്ന്ന ഭൂമിയിലേക്ക് മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കാണിച്ചു തന്നു. ക്രൂശോളം അവൻ സഹിച്ചു. ക്രൂശ് മരണത്തോളം അവൻ അനുസരണയുള്ളവനായി തീർന്നുവെന്ന് വചനം പറയുന്നു. എല്ലാം നമുക്ക് വേണ്ടി പ്രിയരെ, നമുക്ക് വേണ്ടി യേശു സഹിച്ചു എന്ന് മാത്രമല്ല, അതുപോലെ ആയിത്തീരുവാനാണ് അവൻ മാതൃകയായി നിന്ന് സകലതും കാണിച്ചു തന്നത്. നമ്മൾ കൽപ്പലകയിൽ എഴുതിയ ആ അക്ഷരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ജഡത്തിൽ തന്നെ ജീവിക്കാൻ സാധിക്കൂ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അല്ലെങ്കിൽ ഞാനെന്ന ഭാവം നമ്മളിൽ നിന്നും അകറ്റുവാനും നമുക്ക് സാധിക്കുകയില്ല. ഹൃദയത്തിൽ എഴുതിയതാണെന്ന് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് ഈ ബന്ധത്തിൽ തുടരാൻ പറ്റുള്ളൂ. ഇതൊരു ആഴമേറിയ ബന്ധമാണ് അപ്പനുമായിട്ടുള്ളത്. സ്റ്റേ ബ്ലെസ്ഡ്.